പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ടേ സാമാൻ അടിച്ചു പോയ ആ ഒരു വാർത്ത ഉണ്ടല്ലോ. ആരുടെ? ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ. അപ്പോ ആ വാർത്ത അങ്ങേര് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു, ഇപ്പോ പൂർണ്ണമായും ഭേദമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത അങ്ങേര് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ അങ്ങേർക്ക് നല്ല മുട്ടൻ പാരയായിട്ടുണ്ട് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. അതായത് ഒരാൾക്ക് ക്യാൻസർ വന്നതും ആ വാർത്ത പുറത്തു വിട്ടതൊക്കെ എങ്ങനെയാണ് ഇതിങ്ങനെ രസകരമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും, വാ തുറന്നാ നുണ മാത്രം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, അതിന്റെ മേലിൽ പോയിട്ടുള്ള ചില കേസുകളും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പൊ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായ സമയത്ത് നെതന്യാഹുവിനെ കാണാനില്ല, ആള് തട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ അഭ്യൂഹങ്ങളും കുറെ സ്പെക്കുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന അങ്ങേരുടെ കുറെ AI വീഡിയോ അവരുണ്ടാക്കിയിട്ട് പുറത്തു വിട്ടു. അത് ആൾക്കാർ അന്തസ്സായിട്ട് പോയി പോക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനൊക്കെ ശേഷമാണ് ഈ ക്യാൻസറിന്റെ കാര്യം പുറത്തു വിട്ടേ. അപ്പോ അതിന് രസകരമായിട്ടൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാവേ. അർബുദം ബാധിച്ചെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പുതിയ നിയമക്കുരുക്കിലേക്ക്. നെതന്യാഹു നൽകിയ പഴയ അപകീർത്തി കേസിൽ വീണ്ടും നടപടി സ്വീകരിച്ചു കോടതി. യഥാർത്ഥ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്ന മെഡിക്കൽ രേഖകൾ ഹാജരാക്കാൻ തെല്ലവീവ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. അപ്പോ എന്തിനാ അപ്പൊ ഇങ്ങനെ ഒരു ഉത്തരവിട്ടത്? അതായത് അങ്ങേരിപ്പോ എന്താ ചെയ്തത്? അർബുദം ബാധിച്ചു, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ചു, അതിന് ചികിത്സയിൽ പോയി അപ്പൊ അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പൊ കോടതി ചോദിച്ചേക്കുന്നത്. അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് കോടതി ചോദിച്ചേക്കുന്നത്. അതിപ്പോ എന്തിനാണ് മെഡിക്കൽ റിപ്പോർട്ട്? അങ്ങേരുടെ ക്യാൻസറിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പൊ കോടതി ചോദിക്കേണ്ട ആവശ്യം എന്താണ്? എന്താ ഇപ്പൊ അതിലുള്ളത്? അപ്പോഴാണ് ഇതിൽ വേറൊരു രസകരമായിട്ടുള്ള സംഗതി ഉള്ളത്. അതായത് 2024 കുറച്ച് പ്രവർത്തകര് ചേർന്നിട്ട് നെതന്യാഹുവിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട്, ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്, അതായത് സാമാൻ അടിച്ചു പോയിട്ടുണ്ട് എന്ന് പറയുന്ന സാധനം, അങ്ങനെ ഒരു വാർത്ത അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പുറത്തുവിട്ടപ്പോ നെതന്യാഹു എന്ത് ചെയ്തു? എന്നെ അപകീർത്തിപ്പെടുത്തുകയാണ്, എന്നെ സമൂഹത്തിന്റെ മുന്നിൽ എന്താ പറയാ, എന്റെ മാന്യത ഇല്ലാണ്ടാക്കുകയാണ്, എന്നെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 2024 ഈ മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ തപ്പിയെടുത്തോണ്ട് വന്നിട്ട്, മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, പ്രവർത്തകർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഇത് പുറത്തു വിട്ടു, ക്യാൻസർ ആണ്. അങ്ങനെ പോയിട്ട് വേറൊരു പരാതി കൊടുത്തു, അതൊന്നുമില്ല, എന്നെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന്. അപ്പൊ 2024 അങ്ങനെ ഒരു കേസ് നിലനിൽക്കുകയാണ്. 2026 വലിയ രീതിയിൽ വന്നിട്ട് എനിക്ക് ക്യാൻസർ ആയിരുന്നു, ഇപ്പൊ പരിപൂർണമായിട്ടും ഭേദമായി എന്ന് പറഞ്ഞത്. അപ്പൊ അതെന്താ സംഭവം? കള്ളക്കേസല്ലേ കൊടുത്തത്? കോടതിയെ പറ്റിക്കണ പരിപാടിയല്ലേ ചെയ്തത്? ഇതാണ് ആ ഒരു കേസ്, ആ ഒരു വാർത്ത പുറത്തു വിട്ടതോട് കൂടെ നെതന്യാഹുവിന് കിട്ടിയ പണിന്ന്. സാമാന്യത്തിന് കിട്ടിയ പണി വേറെ വൈക്ക് കോടതിയിൽ നിന്ന് വേറെ പണി കിട്ടി എന്നുള്ളതാണ് അവസ്ഥ. 2024 ഏതാനും മാധ്യമപ്രവർത്തകർ നടത്തിയ വെളിപ്പെടുത്തലിലാണ് പുതിയ കേസിന് ആധാരം. നെതന്യാഹുവിന് ക്യാൻസർ ആണെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. ഇതിനെതിരെ അന്ന് നെതന്യാഹു കോടതിയിൽ അപകീർത്തി കേസ് നൽകി. വാർത്ത തെറ്റാണെന്നും തന്നെ അപമാനിക്കാനാണ് ഇത് പ്രചരിപ്പിക്കുന്നതെന്നും ആരോപിച്ചായിരുന്നു കേസ്. എന്നാൽ തനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ചതായും അതിനുള്ള ചികിത്സ തേടിയതായും കഴിഞ്ഞ മാസമാണ് നെതന്യാഹു ആദ്യമായി വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് തങ്ങൾ 2024 ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു എന്ന് വാദിച്ച് മാധ്യമപ്രവർത്തകരായ ഉറി മിസ്ഗാവ്, ബെൻ കാസ്പിറ്റ്, നെതന്യാഹു വിമർശകനായ ഗോനൻ ബെൻ ഇസ്ഹാക്ക് എന്നിവർ കോടതിയെ സമീപിച്ചത്. നെതന്യാഹുവിന്റെ മെഡിക്കൽ സംഘത്തെ വിസ്തരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് ജഡ്ജി മെനഹം മിസ്രാഹി നെതന്യാഹുവിനോട് മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. വാ പുറത്തുറന്ന നുണ മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളതാണ്. ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചാൽ പോരെ, എനിക്ക് ക്യാൻസർ ഉണ്ട്, ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ അതിന് ചികിത്സ തേടുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അത് മാന്യത, അത് എന്താ പറയാ, അത് അപകീർത്തിപ്പെടുത്തുന്ന പരിപാടിയായി പോകും. അപ്പൊ അന്ന് അങ്ങനെയൊന്നുമില്ല, എന്നെ അപകീർത്തിപ്പെടുത്താണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത് 2026 പുള്ളി തന്നെ വന്ന് പറഞ്ഞു എനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? അന്ന് അപകീർത്തി കേസ് കൊടുത്ത അവന്മാര് പോയിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെക്കെതിരെ വേറൊരു കേസും കൂടെ കൊടുത്തു. ഇതാണ് ഇപ്പൊ സംഭവിച്ചേക്കുന്നത് എന്നുള്ളതാണ്. വാ തുറന്നാൽ നുണ മാത്രമേ പറയുള്ളൂ. മാത്രമല്ല
അയൽപക്കത്തുള്ള രാജ്യങ്ങളെല്ലാം പോയി ആക്രമിക്കുക, അവിടെ കുറെ ബ്ലഡ് ഷെഡ് നടത്തുക, കുറെ ആൾക്കാരെ കൊല്ലുക. ഇതൊക്കെയാണ് പുള്ളിയുടെ വിനോദം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു യെല്ലോ ലൈന് ഈ പറയുന്ന ഗസയിലെ പോലത്തെ ഒരു യെല്ലോ ലൈന് ലെബനാനിലൊക്കെ വരച്ചിട്ടുണ്ട്. ലെബനാനിൽ നിന്ന് വരുന്ന കുറെ വീഡിയോസ് ഉണ്ട് കേട്ടോ. അത് ഉക്രൈൻ റഷ്യ വാർ പോലെയാണ് ഏകദേശം. ഉക്രൈൻ റഷ്യ വാറിൽ ഉക്രൈൻ റഷ്യനെ ആക്രമിക്കുന്ന വീഡിയോസും വരുന്നുണ്ട്, റഷ്യ അതേപോലെ തന്നെ ഉക്രൈൻ ആക്രമിക്കുന്ന വീഡിയോസും വരുന്നുണ്ട്. ഡ്രോൺ വീഡിയോസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കുറെ ഡ്രോൺ വീഡിയോസ്, അതായത് ഈ ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ അവർ ഉപയോഗിക്കുന്നതിന്റെ അതിന്റെ കുറെ വീഡിയോസ് ഒക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിവേ ഇങ്ങേർക്ക് ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇങ്ങേർക്ക് യുദ്ധം നിർത്താനൊന്നും പറ്റത്തില്ല എന്നുള്ളതാണ്. എത്ര കോടതിയിൽ നിന്ന് പരാമർശം ഉണ്ടായി കഴിഞ്ഞാൽ യുദ്ധമൊന്നും നിർത്താൻ പറ്റത്തില്ല. നിർത്തി കഴിഞ്ഞാൽ എന്താവും? അടുത്ത കേസിൽ അകത്തു പോവും, അഴിമതി കേസിൽ അകത്തു പോകും എന്നുള്ളതാണ്. അപ്പൊ അതില്ലാണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ലെബനോണിൽ തുടങ്ങിയിട്ടുണ്ട്. മാരകമായിട്ടുള്ള ആക്രമണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ കരാറൊക്കെ ഓൾറെഡി ലംഘിച്ചു കഴിഞ്ഞു ആസ് യൂഷ്വൽ. അതിൽ നമുക്കൊന്നും പറയാനൊന്നുമില്ല. ഇസ്രായേലാണ്. നോ കരാർ, നോ വെടിനിർത്തൽ, നത്തിങ്. ഇന്ന് വെടിനിർത്തി നാളെ നേരം വെളുക്കുമ്പോ ഒക്കെ 4 ബോംബിട്ടേക്കാൻ തോന്നിപ്പോയാൽ ഇട്ടിട്ട് പോരും. ഇതാണ് അവസ്ഥ. അപ്പോ അങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചില വാർത്തകളും കൂടെ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്.